അവനൊരു കൂട്ടുകാരനായി കൂടെ ഉണ്ട്. കാണിക്കേണ്ട സാധനം കാണിച്ചിട്ട് സംസാരിക്കാം. അതെ, അപ്പൊ ഓരോന്നായിട്ട് എടുക്കാം. മെറ്റീരിയൽ ഇത് കൊള്ളാം, നല്ല മാച്ചിങ്. ഞങ്ങള് പുറത്തു വന്നിരിക്കുന്ന എന്തിനാന്നറിയാവോ, കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേർന്ന മെറ്റീരിയലൊക്കെ ഇവളുടെ അവനും ഉണ്ട്. അതെ അതെ അതെ, ഇവിടെ മോളിൽ ഇല്ലാത്തോണ്ട് ഇവനും ഇവിടെ വെച്ചത്. അതെ അതെ അതെ, അവനൊരു കൂട്ടുകാരനായി കൂടെ ഉണ്ട്. അത്യാവശ്യം കാറ്റ് കിട്ടും, ഒരാൾക്ക് നല്ല ഇതായിട്ട് കിട്ടും. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു രക്ഷയാണ്. അത് ശരിയാ. അപ്പൊ നമുക്ക് ചൂടത്ത് അതിനെപ്പറ്റി അധികം പറയാതെ കാണിക്കേണ്ട സാധനം കാണിച്ചിട്ട് സംസാരിക്കാം. അതെ, അപ്പൊ ഓരോന്നായിട്ട് എടുക്കാം. മെറ്റീരിയൽ നമ്മൾ മേടിച്ചപ്പോ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പൊ തയ്ച്ചു കഴിഞ്ഞിട്ട് കാണിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്ന് കാണിക്കാന്ന് കരുതി. പിന്നെ ഇടുമ്പോ ഓരോന്ന് എടുക്കായിരിക്കും. അതെ അതെ അതെ, ഇടുമ്പോ ഞാൻ റീൽസ് എടുക്കാം, കാണിക്കാം. ഇത് കോട്ട് സെറ്റ് ആണോ? അത് കോട്ട് സെറ്റാ. ഇതെനിക്ക് ഇഷ്ടാട്ടോ. പോത്തീസിന്ന് മേടിച്ച മെറ്റീരിയലാ. ആദ്യം ടോപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ മേടിച്ച. പിന്നെ കൊറേ നാള് കഴിഞ്ഞ് ചെന്നപ്പോ വീണ്ടും ആ മെറ്റീരിയൽ അവിടെ ഇരിക്കണ കണ്ടു. പക്ഷെ കോട്ട് സെറ്റിന് നല്ലതായിരുന്നു. ബാത്തിക്ക അമ്മയുടെ പോലെ പോൾക്ക ഡോട്ട്. അത് തന്നെയല്ല, ഈ കളർ എനിക്ക് ഇഷ്ടമായിരുന്നു, നല്ലതാണ്, കൊള്ളാം. ഇപ്പൊ പോൾക്ക ഡോട്ട് നല്ല ട്രെൻഡാ അല്ലേ? നല്ല ഭംഗിയുണ്ട്. സെയിം കളർ. വയ്ക്കട്ടെ ഇവിടെ. റീൽസിൽ ഇതൊക്കെ ഇട്ട് കാണുമ്പോ നല്ല രസമായിരിക്കും. നല്ല കളറാ. എടുത്തെടുക്കട്ടെ. ഇതൊന്ന് അളവ് കൊടുത്താട്ടോ, ഇത് നിങ്ങൾ കണ്ടേക്കണം. ഇത് കണ്ടെങ്കിലും അളവ് കൊടുത്തത് സ്ട്രോബെറി അല്ല, ഇട്ട് കണ്ടില്ല എന്നാ. അളവ് കൊടുക്കാൻ എടുത്തത് കൊണ്ട് ഇട്ട് കണ്ടില്ല. അത് ഇട്ട് കാണിക്കും കേട്ടോ. അന്നേരം പടം എടുത്താൽ മതി. അതിന്റെ ഈ അളവിലായിരിക്കും തയ്പ്പിച്ചത് അല്ലേ? ഇത് പശു. ഒന്ന് ഓപ്പൺ ചെയ്തേ, ഒരു ഫ്ലാപ്പ്. ഇത് കണ്ടതാ, അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ എടുക്കാത്ത. പ്രിന്റ് കാണാൻ വേണ്ടിട്ടാ. ഫുൾ പശു. അത് ടോപ്പ് മാത്രമേ ഉള്ളൂ. തീരെ വിലക്കുറവായി ഇതിന്റെ മെറ്റീരിയല്. 100 എത്രയേ ഉള്ളൂ. ബ്ലാക്ക്. അതിന് ബ്ലാക്ക് വൈഡ് ലെഗ് പലാസോ. അതില്ലല്ലോ. ഇല്ല, അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് മേടിക്കാനല്ലേ. ബ്ലാക്ക്. അപ്പൊ അതിന്റെ കൂടെ നല്ല രസമായിരിക്കും. അത് കോട്ടൺ ആയതുകൊണ്ട് ഈ മൊരുമരാന്നിരിക്കുന്ന കോട്ടനാ, അതാ എനിക്ക് ഇഷ്ടം. എനിക്ക് സോഫ്റ്റ് കോട്ടൺ മൊരുമുരാന്നിരിക്കുന്ന കോട്ടൺ ഒട്ടും ചൂടെടുക്കൂല. അത് അമ്മയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനത്തെ കോട്ടൺ സോഫ്റ്റ് കോട്ടനേക്കാളും അടിപൊളിയാ. മീറ്ററിന് എന്നാ റേറ്റ്? 100 സംതിങ് ഉള്ളൂ. 125 അങ്ങനെ ഏതാണ്ട് ഉള്ളൂ. നിങ്ങൾ കണ്ടത് കൊണ്ടാണ് വീണ്ടും എടുത്ത് കാണിക്കാത്ത സ്ട്രോബെറി. പക്ഷെ ഇട്ട് കണ്ടില്ല, ഇതുവരെ ഇട്ടില്ല. വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോ ഇത് ഈ സ്ട്രോബെറിയുടെ കൂടെ ഉണ്ടല്ലോ ആ കലങ്കാരി ട്രൗസറാ മാച്ചിങ്. ഇതിനകത്തുണ്ട് അത്. അളവ് കൊടുക്കാൻ ഞാൻ കൊടുത്തത് അതാണ് ഏറ്റവും മാച്ചിങ് വൈറ്റിനേക്കാളും. വെള്ള ഹക്കോബ വെള്ളയും നല്ലതായിരുന്നു. അതിപ്പോ എടുക്കുമ്പോ ഞാൻ പറയാം. ഇതായിരിക്കും. അത് അതിനകത്തൊന്ന് വെച്ച് നോക്കിയാ നല്ല മാച്ചിങ്. അത് ഇത് കൊള്ളാം, നല്ല മാച്ചിങ്. ശരിയാ. അപ്പൊ ഇതിനിപ്പോ കൊറേ ഉണ്ടല്ലോ. അതെ അതെ അതെ, ഇതിന് മാച്ച് ചെയ്യാൻ ഒരുപാട് ടോപ്പ് ഉണ്ട്. കോളർ വെച്ചത് നല്ല രസമുണ്ട് അതിന്റെ ഒരു കോമ്പിനേഷൻ. കൊള്ളാം. ഇന്നലെ നീട്ടോണ് എനിക്ക് ഇഷ്ടപ്പെട്ട കറുപ്പില. അതിന്റെ റെഡിമെയ്ഡ് ടോപ്പാന്ന് പറഞ്ഞ. പിന്നെ ഇത് കൊള്ളാട്ടോ, നല്ലതാ. അതും മൊരുമരാന്നിരിക്കുന്ന കോട്ടനാണ്. മൊരുമരാന്നിരിക്കുന്ന കോട്ടൺ തന്നെയല്ല, കാണുമ്പോ ഒരിത് തോന്നിയാലും ഇടുമ്പോ നല്ലതായി. ഇത് ഇവിടെ ഇട്ട് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞു. ഇവിടെ ഇട്ടായിരുന്നു ഒരു തവണ ഇട്ട് വാഷ് ചെയ്ത്, ഒട്ടും കളർ പോയിട്ടില്ല. ഒട്ടും കളർ പോയില്ല. അത് പിന്നെ ഫസ്റ്റ് ടൈം എപ്പോഴും കളർ കാർഡ് ഇട്ടേച്ചാ നമ്മൾ ചെയ്യാറ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ട് ഒട്ടും പോയിട്ടില്ല. ഒരു പ്രാവശ്യം ഇട്ടുള്ളൂ, പ്രയർ മീറ്റിന് അവിടെ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് വാഷ് ചെയ്ത് വേർപ്പല്ലേ അത് കാരണം വാഷ് ചെയ്തു. പക്ഷെ ബ്രാൻഡ് ന്യൂ ആയിട്ടിരിക്കണം. പക്ഷെ ഇങ്ങനത്തെയൊക്കെ കോട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ബ്രീത്തബിൾ ഫാബ്രിക് ആണ്. നമ്മള് എനിക്ക് തോന്നുന്നു സ്വെറ്റ് ചെയ്യുന്നതിന്റെ അളവിന് തന്നെ വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ ഇത് വലിച്ചെടുക്കൂന്ന് എനിക്ക് തോന്നണേ. സ്വെറ്റ് ഈ മെറ്റീരിയൽ ഉള്ള ഡ്രസ്സ് ഇടുമ്പോ അധികം വേർക്കാത്തതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ സോഫ്റ്റ് കോട്ടൺ അങ്ങനെയല്ല. സോഫ്റ്റ് കോട്ടൺ ഇച്ചിരി വേർക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ തന്നെ മേടിക്കണേ, ഈ മൊരുമൊരാന്നിരിക്കുന്ന ടൈപ്പ്. ഈ പിങ്കിന്റെ കോട്ട് സെറ്റിന്റെ വേറൊരു പിങ്ക് റെഡിമെയ്ഡ് മേടിച്ചതായിരുന്നു, ഒരു ടോപ്പ് മേടിച്ചു. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതിവിടെ ഒരു ഡാർക്ക് പിങ്ക് ട്രൗസർ ഇരിപ്പില്ലേ, അതിന്റെ കൂടെ ഇടാതെ. അത് നല്ലതാ. അതെ 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 അതെ, മനസ്സിലായി. അതിന്റെ കൂടെ അത് മാച്ച് ആയിരിക്കും. അപ്പൊ അത് ഇത്രയാണ് നിങ്ങളിപ്പോ സ്റ്റിച്ച് ചെയ്തത്. ഒന്ന് ഇതൊക്കെ അളവ് കൊടുത്താട്ടോ. ഒരു ടോപ്പ് മാത്രം.
പിന്നെ അതേ ഒരു കോട്ട് സെറ്റ്. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയും ഉണ്ട് തുണികൾ കൊടുക്കാനായിട്ട്. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോ വില അതുപോലെ കൂടും. സ്റ്റിച്ചിങ് റേറ്റ് കൂടും. പല കാരണങ്ങളുണ്ട്. സ്റ്റിച്ചിങ് റേറ്റ് തന്നെ നല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് കൊടുക്കാത്തത്. സ്റ്റിച്ചിങ് റേറ്റും നമ്മൾ നോക്കണമല്ലോ. ഒരു 4-5 സെറ്റ് അങ്ങ് തയ്പ്പിച്ച് കഴിഞ്ഞാൽ ലൈനിങ് ഇട്ടൊക്കെ തയ്ക്കുന്നതിന് അറിയാലോ, ഇതൊക്കെ പിന്നെ ലൈനിങ് ഇടാതെ. പക്ഷെ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പൈസ വരില്ല കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഓരോ തവണ ഓരോന്ന് പോയി കൊടുക്കുക, പിന്നെ അത് മേടിക്കാൻ പോവുക, പിന്നെ വീണ്ടും അടുത്തത് കൊണ്ട് കൊടുക്കുക, അത് പോസിബിൾ അല്ല. വാക്കബിൾ ഡിസ്റ്റൻസ് അല്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് പോക്കൊക്കെ എപ്പോഴും എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് കൊടുക്കണം. ഒരുമിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ വില കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ചിലപ്പോ ഒരു 3-4 എണ്ണം ഒന്നിച്ച് കൊടുത്തെന്നിരിക്കും. ചിലപ്പോഴല്ല, മിക്കപ്പോഴും അങ്ങനെയാ കൊടുക്കണേ. അപ്പൊ അന്നേരം നമ്മൾ ഒരുമിച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അത്ര വരില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, കൂടുതൽ മെറ്റീരിയൽ ചിലപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ടാവും, ഒന്നിച്ച് അത്രയും കൊടുക്കൂല, 3-4 എണ്ണം ഒന്നിച്ച് തയ്പ്പിക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പൊ നിങ്ങള് എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ കാണിക്കണമെന്ന് പറയണത് കൊണ്ട് ഇത് കാണിച്ചതാട്ടോ. ഇനി ഇട്ട് റീൽസ് ഒക്കെ എടുക്കാം. പിന്നെ പുറത്ത് പോകുമ്പോ ഓഫീസിൽ പോകുമ്പോ ഇടാനായിട്ടാണ് തയ്പ്പിച്ചത്. സമ്മർ സ്പെഷ്യൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്നൊക്കെ അഭിപ്രായം പറയുക കേട്ടോ. അപ്പൊ ഓക്കെ, അടുത്തത് ഏതാന്നറിയാവോ? ഇതും ഒരു കോട്ടൺ ടോപ്പ് തന്നെയാണ്. തയ്ച്ചതല്ല, റെഡിമെയ്ഡ് വാങ്ങിച്ചതാ. ഏതിന്നാന്ന് പറഞ്ഞോ? ഫ്ലിപ്കാർട്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു കുർത്ത മോഡലാട്ടോ. ഇത് ഇവള് മേടിച്ചിട്ട് ഇടാതെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇട്ടിട്ട് മറ്റതൊന്നും ഇട്ടില്ല, ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ജിമിക്ക് കമലും ആയിട്ടുള്ള ടോപ്പ്. ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പലാസോ പോലെയുള്ള അടിയിലിട്ടത് അവൾ ഇതാ. ഇതിന്റെ കൂടെ ശരിക്കും പ്ലെയിൻ ആണ് ഒന്നുകൂടി നല്ലത്. പിന്നെ എന്താ ഞാൻ പലതിന്റെ കൂടെയും അങ്ങനെ പ്രിന്റഡ് തന്നെ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ടോപ്പിന്റെ കൂടെ പ്രിന്റഡ് ആയിരിക്കും മാച്ച്. അപ്പൊ ഒരു ബോട്ടം ഞാൻ മേടിച്ചാൽ അതൊരു 3-4 ടോപ്പിന് ഞാൻ പെയർ ചെയ്യും. അതുകൊണ്ടാ ഇത് ഈ പ്രിന്റ് ഇട്ടിട്ട് വളരെ നല്ലതായിരുന്നോ? ഇവളെ മേടിച്ചിട്ട് കൊള്ളൂലെന്ന് പറഞ്ഞ് വെച്ചോണ്ട് നേതാവ് ചാർത്തി. ഞാൻ പറഞ്ഞു ഇത് തന്നെ ഇടുന്നത് വളരെ നല്ലതാന്ന് പറഞ്ഞു. പ്ലെയിനിൽ നല്ലത് ഇതായിട്ടാ എനിക്ക് തോന്നി. ഇത് പ്യുവർ കോട്ടൺ ആട്ടോ. പ്യുവർ കോട്ടൺ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഇടുമ്പോ. റേറ്റ് ഇവിടെ ഞാൻ ഈ ലിങ്ക് വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് കാണാൻ പറ്റൂല. അതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് കാണാൻ പറ്റും. ഇതിന്റെ ഷോർട്ട് കുർത്തീസ് ഒക്കെ ഉണ്ട്, അവൈലബിൾ ആ. ഞാൻ ഇതിന്റെ ഒരു കൊടയുടെ പ്രിന്റാ നോക്കിയത്, പക്ഷെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോഴാണ് ഇത് കണ്ട് മേടിച്ചത്. ഇതിന്റെ ബോട്ടം ഒന്ന് വെച്ച് കാണിച്ച് കണ്ടാ, ഇപ്പൊ നല്ല സെറ്റായി. ഈ ഒരു ബോട്ടം എത്ര ടോപ്പിന്റെ കൂടെ ഞാൻ ഇടണേന്നറിയോ? ഞാൻ ഒരു ബോട്ടം മേടിച്ചു കഴിഞ്ഞാൽ അതൊരു 3-4 ടോപ്പിന്റെ കൂടെ ഇടും. അതുകൊണ്ടാണ് ചില ടോപ്പിന്റെ കൂടെ നിങ്ങൾ പറയാറില്ലേ പ്രിന്റഡ് അല്ല പ്ലെയിൻ ആണെന്നല്ലേന്ന്. അത് ശരിയാണ്, എനിക്കറിയാം പ്ലെയിൻ ആണെന്നല്ലേന്ന്. പക്ഷെ അതിന് പ്ലെയിൻ മേടിക്കണമെങ്കിൽ അതിന് വേണ്ടി മാത്രം നമ്മൾ വേറെ പൈസ കൊടുത്ത് മേടിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പൈസ ഡ്രസ്സിന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ ഒരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബോട്ടം ഇച്ചിരി ചേർച്ച കുറവുണ്ടെങ്കിൽ ഞാൻ ഒരു 3-4 ടോപ്പിന്റെ കൂടെ ഇട്ടങ്ങ് പെയർ ചെയ്യും. അതെ 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 അതെ. അടിയിൽ ഡാർക്ക് വരുമ്പോ മേലെ ലൈറ്റ് വരുമ്പോ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിങ്ങളെ ഒന്ന് ക്ലോസപ്പിൽ കാണിക്കാം എന്ന് കരുതിയാണ്. കാരണം വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ പറയും ഒന്നുകൂടി കാണിക്കായിരുന്നു എന്നല്ലേ. ഇപ്പൊ ഇത് അതേ മോഡലില് മടക്കി അയൺ ചെയ്തിട്ടാണ് ചേട്ടൻ തന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഫുള്ള് വിടർത്താതിരുന്നത് കേട്ടോ. അപ്പൊ ദേ ഈ പശുവിന്റെ ഒക്കെ പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഇടയ്ക്ക് ഒരുപാട് ഈ പശു മോഡൽ പ്രിന്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ട്രെൻഡാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു മെറ്റീരിയൽ മേടിച്ചതാണ്. പിന്നെ കുറച്ച് ആ മുരുമുരാന്നിരിക്കുന്ന കോട്ടനും കൂടിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പക്ഷെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്കിൽ പ്രിൻ്റുള്ള ഒരു പലാസോ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കാരണം അത് വേറെ 1-2 ടോപ്പിനും കൂടെ അത് യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ പ്ലെയിൻ ഓർഡർ ചെയ്യാതിരുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ വേറെ 1-2 ടോപ്പിൻ്റെ കൂടെ ആ പ്രിന്റഡ് പലാസോ നല്ല മാച്ചിങ് ആണ്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നേരത്തെ കാണിച്ച മെറ്റീരിയലും ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇട്ടിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കളർ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ എപ്പോഴും കംഫർട്ടബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ടാണ്. ഇതും ഇഷ്ടമായോ എന്ന് പറയണേ. പൊൽക്ക ഡോട്ട്സ് അല്ലേ? അപ്പോൾ ഇപ്പോൾ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ടൈപ്പാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു റീൽസൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രത്തോളം പറ്റും എന്നറിയില്ല, എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ സമ്മറിൽ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ കാലാവസ്ഥയിലും ഇത്തരത്തിലുള്ള കോട്ടൺ ഡ്രസ്സാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എടുക്കാറ്. എനിക്ക് അതിൻ്റെ ആ ഒരു അത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ആ ഒരു സുഖം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കംഫർട്ടബിലിറ്റിക്കാണോ അതെയോ ട്രെൻഡിന്
ഡിസൈനിനാണോ ലുക്സിനാണോ എന്തിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയണേ ഡ്രസ്സിന്റെ കാര്യത്തിൽ.